നമസ്കാരം. സുഭാഷിതം. കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാ ധരിത്രി സ്നേഹേഷു മാതാ ശയനേഷു വേശ്യ ഷഡ്കർമ്മനാരി കുലധർമ്മപത്നി. കുലധർമ്മപത്നിയെക്കുറിച്ചാണ് ഈ സുഭാഷിതം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം കാര്യത്തിൽ മന്ത്രിയെപ്പോലെ, പ്രവൃത്തിയിൽ ദാസിയെപ്പോലെയും, രൂപത്തിൽ ലക്ഷ്മിയെപ്പോലെയും, ക്ഷമ കൊണ്ട് ഭൂമിദേവിയെപ്പോലെയും, സ്നേഹത്തിൽ മാതാവിനെപ്പോലെയും, ശയനത്തിൽ വേശ്യയെപ്പോലെയും ഇരിക്കുന്നു എന്ന 6 ഗുണം. ഈ ഗുണം 6 ഉള്ളവൾ ധർമ്മപത്നി എന്ന് അറിയുക. അവിടെ ധർമ്മപത്നി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉത്തരം. കാര്യത്തിൽ മന്ത്രിയെപ്പോലെ. മന്ത്രിമാരെങ്ങനെയാണ്? ഇന്നത്തെ മന്ത്രിമാരുടെ കാര്യം ആയിരിക്കില്ല ഈ സുഭാഷിതകാരൻ ഉദ്ദേശിച്ചത്. പഴയ കാലത്തെ രാജകൊട്ടാരത്തിലുള്ള മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ചെയ്യാനും ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് മന്ത്രി. അപ്പോൾ ഇന്ന് മന്ത്രിമാർ അല്ല, സാധാരണ മന്ത്രിയുടെ പി എ ഒക്കെയാണ്. മന്ത്രിമാർക്ക് ഇഷ്ടംപോലെ പി എ ഉണ്ടാകും. ആ പി എ ആണ് കാര്യങ്ങൾ നടത്തുന്നത്. പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല. രാജാവിൻ്റെ ആ കാലഘട്ടങ്ങളിലെ രാജാവിനൊരു മന്ത്രി ഉണ്ടെങ്കിൽ മന്ത്രി തന്നെ ആയിരിക്കും. അതിന് ഒരു കഥ പോലും ഉണ്ടൊരു കാവൽക്കാരനെ നോക്കുമ്പോൾ മന്ത്രി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്നെക്കാട്ടിൽ ഭയങ്കര ശമ്പളമാണ്, ഞാനാണ് ഈ കൊട്ടാരം മുഴുവൻ കാത്തു സൂക്ഷിക്കുന്ന കാവൽഭടൻ. അപ്പോൾ എനിക്ക് ശമ്പളം കുറവെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കാവൽക്കാരനെ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ എങ്ങാണ്ട് നിർത്തിയെന്നാണ് പറയുന്നത്. മന്ത്രിയുടെ ജോലി ഏൽപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മന്ത്രിയുടെ ജോലി എന്താണെന്ന് കാവൽക്കാരനെ മനസ്സിലാക്കുകയും കാവൽക്കാരൻ ചെന്ന് മാപ്പ് അപേക്ഷിക്കുകയാണ്, എനിക്ക് ജോലി പറ്റില്ല എന്നുള്ളത്. അപ്പോൾ മന്ത്രി എന്ന് പറയുമ്പോൾ രാജ്യത്തെ സർവ്വവിധമായ കാര്യങ്ങളും യഥാവിധി നോക്കിക്കാണുന്ന ഒരാളാണ് മന്ത്രി. അതേപോലെ പ്രവൃത്തിയിൽ ദാസിയെപ്പോലെ. ദാസി എന്ന് പറഞ്ഞാൽ എല്ലാവിധമായ ജോലികളും കഷ്ടപ്പെട്ട് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അവിടെ ഒന്നും നോക്കില്ല, വേറൊന്നും നോക്കത്തില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ വ്യക്തമായിട്ട് ചെയ്യാനുള്ള ദാസിപ്രവൃത്തി എന്ത് വേണേലും ചെയ്യുന്ന ആ ഒരു മനസ്സ്. പിന്നെ രൂപത്തിൽ ലക്ഷ്മി ദേവിയെപ്പോലെ എന്ന് പറഞ്ഞാൽ സൗന്ദര്യമായ അല്ലെങ്കിൽ എല്ലാ തരത്തിലും സമ്പന്നയായ ഒരു രൂപമായിരിക്കും ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ക്ഷമ കൊണ്ട് ഭൂമിദേവിയെപ്പോലെ എല്ലാം ക്ഷമിക്കും, ഭൂമിയെപ്പോലെ അങ്ങനെ ക്ഷമിക്കാനുള്ള ആ മനസ്സ്. പിന്നെ പറയുന്നത് സ്നേഹം, അമ്മയെക്കാളും സ്നേഹത്തിൽ അമ്മയെപ്പോലെ. അമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടത്. അപ്പോൾ അമ്മയെപ്പോലെ ശയനത്തിൽ രാത്രി അല്ലെങ്കിൽ ആ ശയിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ യഥാർത്ഥ ജീവിത രീതി, അതേപോലെ തന്നെ ഇതെല്ലാം ഉള്ള 6 ഗുണങ്ങളാണ് ധർമ്മപത്നി. 6 ഗുണങ്ങൾ ഉള്ള ഒരാളാണ് ധർമ്മപത്നി എന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നു. നമസ്തേ.